ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജസ് ബ്ലോഗ്സിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ശീമച്ചക്ക വെച്ച് ഒരു തീയൽ തയ്യാറാക്കുകയാണ്. തേങ്ങ വറുത്തരച്ച ഒരു തീയൽ. അപ്പം ശീമച്ചക്ക ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തത്. അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു സവാള ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ നമ്മൾ ചിരകിയത് പാനിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഈ സോസ് പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ അടുപ്പിലിരുന്ന് നമുക്ക് ആ തേങ്ങയും വറുത്ത് എടുക്കാവുന്നതാണ്. രണ്ടും കൂടി ഒരുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യാറില്ല സാധാരണ. ഇതിപ്പോൾ വീഡിയോ എടുക്കുമ്പം ലെങ്ത് കൂടി പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് തേങ്ങ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടാണ് ഞാനത് വെച്ചിരിക്കുന്നത്. സ്റ്റൗവിൻ്റെ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ നമുക്ക് ഈ പാനൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് പുളി, ഒരു നെല്ലിക്കയുടെ അത്രയും പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. തേങ്ങ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? പിന്നെ ഒരു സന്തോഷ വാർത്ത പറയട്ടെ, നമ്മുടെ ചാനൽ 1K ആയിട്ടുണ്ട്. അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ ചാനലിനെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് പരസ്പരം സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം നമുക്ക്. ഇതിപ്പോൾ നമ്മൾ അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ആ ചക്കയും അതേപോലെ തന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് വന്ന് വഴറ്റിയെടുക്കാം. എനിക്ക് 2 കാര്യം കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഇത്തിരി ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ്. ഓരോന്നോരോന്ന് പതുക്കെ പതുക്കെ ചെയ്യുള്ളൂ. ഇങ്ങനെയാണ്. പക്ഷേ നമുക്ക് രണ്ടും കൂടി ഒരേപോലെ ചെയ്തെടുക്കാം. ശീമച്ചക്ക നമ്മൾ ചക്ക പുരട്ടുന്ന പോലെ തയ്യാറാക്കുന്ന ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കണ്ടു നോക്കൂ. ശരിക്കും നല്ല ടേസ്റ്റാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് അങ്ങനെ ചക്ക പുരട്ടുന്ന കൂട്ട സലാലയിലുള്ള എൻ്റെ ഫ്രണ്ട്സ്. നാട്ടിലുള്ളവർക്ക് സാധാരണ നമ്മൾ ചക്ക തന്നെ തയ്യാറാക്കി കഴിക്കാമല്ലോ. ഇവിടെ അങ്ങനെ ചക്ക കിട്ടാത്ത സ്ഥലങ്ങളിൽ ശീമച്ചക്ക വാങ്ങിയിട്ട് നമ്മൾ ചക്ക പുരട്ടുന്ന പോലെ പുരട്ടി കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ചക്ക നമ്മൾ നാട്ടിൽ ചക്ക വേവിച്ചിട്ട് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ്. എല്ലാവരും അതിന് അഭിപ്രായം എനിക്ക് വിളിച്ച് പറഞ്ഞു. വളരെ ടേസ്റ്റി ആയിരുന്നു ഷീജ, ഞാൻ ഇന്നതുപോലെ തയ്യാറാക്കി, ഇനി വാങ്ങുമ്പോൾ ഇങ്ങനെ തയ്യാറാക്കുകയുള്ളൂ എന്ന് കുറേ ഫ്രണ്ട്സ് പറഞ്ഞു. അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. എല്ലാവരും കാണണമെന്നുള്ളവർ ഒന്ന് കയറി കണ്ടു നോക്കുക. നമുക്കിത് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി. ഇത് നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം പാത്രത്തിനകത്താക്കിയിട്ട് സാധാരണ ഞാനൊരു ഫോട്ടോ എടുക്കുന്ന ഇത്തവണ എനിക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം റെഡി ആയപ്പോഴത്തേക്ക് അച്ഛനും മോനും കൂടെ എത്തി. അപ്പോൾ പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു ധൃതിയായിപ്പോയി. അപ്പോൾ പിന്നെ എനിക്കത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല. നമുക്ക് ഈ പാനിനകത്ത് തന്നെ ഇരിക്കുന്ന ഫോട്ടോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വീഡിയോയിൽ നിന്ന് ഞാൻ ക്രോപ്പ് ചെയ്തെടുത്തതാണ് ആ ഫോട്ടോ കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ ക്ലാരിറ്റിയൊക്കെ കുറവായിരിക്കും. എന്നെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മളതിലേക്ക് ഒരു ലേശം നമ്മുടെ തേങ്ങ വറുത്തത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് 3/4 ഭാഗവും മൂത്തിട്ടുണ്ട് തേങ്ങ. ഇനി നമ്മൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഈ ചക്ക ആയതുകൊണ്ട് ഇതിന് ഇത്തിരി ഒരു എരിവ് വേണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു
ടേസ്റ്റ് വരത്തില്ല. ഇതിൻ്റെ കൂടെ കുറച്ച് കൊഞ്ചും കൂടി ഇട്ട് കൊടുത്താൽ ആഹാ കേമോ ആവും. പക്ഷേ ഇവിടെ കൊഞ്ചൊന്നും ഇരിപ്പില്ല. നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത്, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തു. 1 സ്പൂണില്ല, സോറി, 1/2 സ്പൂൺ ഇട്ട് കൊടുത്തു. അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇനി ആ മുളക് പൊടിയൊന്നും ചൂടായി അതൊന്ന് കരിഞ്ഞു പോകാതെ നമുക്കത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അത് നിങ്ങൾ മാറ്റി വെക്കാം. ഇനി ആ സ്റ്റൗവിൽ തന്നെ വെച്ചിരുന്നാൽ അത് കരിഞ്ഞു പോവും. നമുക്കിതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതാണ് ഇങ്ങനെ വഴറ്റി ആ ഒരു തീയിലിരുന്ന് വേണം ചക്ക വെന്ത് വരാൻ. വെള്ളമൊന്നും ഒഴിക്കുകയൊന്നും ചെയ്യരുത്. അത് ഏത് തീയിൽ വെച്ചാലും ഞാൻ അങ്ങനെ തന്നെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട്, അമ്മ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ തക്കാളി ഇടും. അത് മുക്കാലും നന്നായിട്ട് അത് വാടി കഴിയുമ്പോൾ, വാടിയല്ല വെന്ത് വരും. അതിന് ശേഷം നമ്മൾ ആ തക്കാളി മുറിച്ചത് തന്നെ അതൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റിയിട്ട് അടച്ചു വയ്ക്കും. ആ തക്കാളി അങ്ങനെ ഇരുന്ന് നമ്മൾ വെന്ത് വരണം. അത് അപ്പോഴേക്കും നമുക്ക് ആ തേങ്ങ വറുത്തത് നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യമേ വെള്ളം ഒഴിക്കാണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. വെള്ളം ഒഴിക്കാണ്ട് കഴിവതും നമ്മൾ അത് അരച്ച് ആക്കിയെടുക്കാൻ നോക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ ഒരു എന്താ തേങ്ങ നമ്മൾ പച്ചക്ക് അരയ്ക്കുന്ന ആ ഒരു സ്ട്രക്ചറിലേക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ തേങ്ങയ്ക്കകത്ത് നമ്മൾ വറുത്ത തേങ്ങയ്ക്കകത്ത് വെള്ളം ഒഴിക്കാതെ പൊടിച്ച് കുറേശ്ശെ പൊടിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന ആ എണ്ണയുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ചെടുക്കണം. അപ്പോഴാണ് തീയലിന് വളരെ ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അരകല്ലിൽ നല്ലപോലെ കഴുകിയിട്ട് അത് തുടച്ച് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷമാണ് ആ കല്ലിൽ വെച്ചാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് അരച്ചെടുക്കുക. അപ്പോൾ എണ്ണ പോലെയാണ് അത് അരപ്പ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ എടുക്കണം. എങ്കിൽ മാത്രമേ തീയലിന് ടേസ്റ്റ് വരികയുള്ളൂ. ഇനി നമുക്കിത് ഒന്ന് ആ അരപ്പ് ഞാൻ അങ്ങനെ ആക്കിയിട്ട് നമ്മുടെ പുളിവെള്ളവും കൂടെ ചേർത്തിട്ട് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളൂ, അത്രയുള്ള വെള്ളമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. കുറച്ച് വെള്ളം മതി. നമുക്ക് ചാറ് കൂടുതൽ വേണ്ടല്ലോ തീയലിന്. അപ്പോൾ നമ്മൾ അതിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. Goodbye. Thank you for watching, dears.